ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. RRB NTPC അതുപോലെ ജൂനിയർ എഞ്ചിനീയർ എക്സാമുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ് സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ടൈം ആൻഡ് വർക്കിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങളുടെ റെയിൽവേ എക്സാമിനെ സംബന്ധിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ്, 30 ക്വസ്റ്റ്യൻ വരുന്നതിൽ നാല് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റും, എന്താണ് ഈ ടൈം ആൻഡ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട്, ഇപ്പം നമ്മളുടെ ചാനലിൽ എൻ്റെ ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ടൈം ആൻഡ് വർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ടൈം ആൻഡ് വർക്ക് ദിശ അക്കാഡമി എന്ന് പറഞ്ഞ വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 ക്ലാസ് ചെയ്തിട്ടുണ്ട് SSC GD ക്ക് വേണ്ടി. അപ്പോൾ ആ 3 ക്ലാസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ടൈം ആൻഡ് വർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഒരു നോർമൽ ലെവലിൽ എക്സാം വന്നാൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് മസ്റ്റായിട്ടും കാണുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും ആ ക്ലാസ്. ടൈം ആൻഡ് വർക്കിൻ്റെ 3 ക്ലാസ് ഉണ്ട്, 2 ക്ലാസ്സും പിന്നെ ഒരു പൈപ്പാൻ സിസ്റ്റമാണ്. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു NTPC എക്സ്പ്രസ് സീരീസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് നമ്മളുടെ ഓൺലൈൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫുൾ കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ, ഫുൾ മാർക്കും വാങ്ങാനുള്ള ഫുൾ കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എടുത്ത് പഠിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ക്ലാസ്സുകൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സെറ്റാക്കി പോകാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. യെസ്, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വഴി നമ്മൾ ചെയ്യുവാണ്. ഇപ്പോൾ ടൈം അവർക്ക് ഒന്നും അറിയാത്തവർ ജസ്റ്റ് ആ ഒരു ബേസിക് ക്ലാസ് ഒന്ന് കാണുക. LCM SCF എന്താണെന്ന് അറിയണം. ഇപ്പോൾ LCM SCFിൻ്റെ ക്ലാസ്സും ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതും കിട്ടും. അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈം വർക്ക് സെറ്റായിട്ട് പോവാം. അപ്പോൾ ടൈം വർക്കിൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാം. എഫിഷ്യൻസി എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 60 മുട്ടായി ഉണ്ടെന്ന് വെച്ചു. എനിക്കിത് 5 ദിവസം കൊണ്ട് തിന്നാം, എനിക്കിത് 10 ദിവസം കൊണ്ട് തിന്ന് തീർക്കാം, വേണമെങ്കിൽ ഒരു ദിവസം തിന്ന് തീർക്കാം. അപ്പോൾ ഞാനിത് 5 ദിവസം കൊണ്ടാണ് തിന്ന് തീർത്തിക്കുന്നെങ്കിൽ ഒരു ദിവസം ഞാൻ എത്ര വെച്ച് തിന്നേണ്ടി വരും? 60 മുട്ടായി ഉണ്ട്, 5 ദിവസം കൊണ്ടാണ് ഞാൻ തിന്ന് തീർക്കുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം 60/5, അതായത് 12 മുട്ടായി വെച്ച് എന്ത് ചെയ്യണം, ഞാൻ തിന്നണം ഒരു ദിവസം. ഇനി 10 ദിവസം കൊണ്ട് എൻ്റെ കയ്യിൽ എനിക്ക് ഈ 60 മുട്ടായി 10 ദിവസം കൊണ്ട് തിന്ന് നിർത്താൻ മതിയെങ്കിൽ എനിക്ക് എത്ര ദിവസം വേണ്ടി വരും ഇത് തീരാൻ വേണ്ടി? 60 മുട്ടായി ടോട്ടൽ 10 ദിവസം, 60/10, 6 മിഠായി പെർ ഡേ, 12 മിഠായി പെർ ഡേ, 6 മിഠായി പെർ ഡേ. അപ്പോൾ ഈ പെർ ഡേയിൽ കണക്കാക്കുന്ന, അല്ലെങ്കിൽ പെർ ഡേയിൽ കണ്ടുപിടിക്കുന്ന ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്, എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫിഷ്യൻസി ഇവിടെ മുട്ടായിക്ക് വരാം, ഇവിടെ 60 മുട്ടായി ഉണ്ടെന്ന് പറയുന്നതിന് പകരം നമ്മൾ ടോട്ടൽ വർക്ക്, അപ്പം നമ്മൾ എന്താണ്, ജോലി, ഒരു വർക്കിലേക്ക് ഇതിനെ കൊണ്ടുവരികയാണ്. ഇവിടെ മുട്ടായി എന്ന് പറഞ്ഞതിന് പകരം 60 യൂണിറ്റ് ജോലി നമുക്ക് ഉണ്ടായിരുന്നു വിചാരിക്കാം. ആദ്യത്തെ ആള് 5 ദിവസം കൊണ്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും, A എന്ന് പറയുന്ന ആള്. രണ്ടാമത്തെ ആൾ B എന്ന് പറയുന്ന ആള് 10 ദിവസം എടുക്കും ആ ഒരു ജോലി കംപ്ലീറ്റ് ആക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ എഫിഷ്യൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 60 ആണ് ടോട്ടൽ ജോലി ഉള്ളത്, 60 യൂണിറ്റ്. 5 ദിവസമാണ് ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അയാൾ എടുക്കുന്നത്. അപ്പോൾ 60/5, അതായത് ഒരു ദിവസം 12 യൂണിറ്റ് വർക്ക് വെച്ച് എന്ത് ചെയ്യും, ഇയാൾ ചെയ്യും. അതുപോലെ ബിക്ക് ടോട്ടലി വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 10 ദിവസമാണ് എടുക്കുന്നത്. അങ്ങനെ 60 യൂണിറ്റ് ഉണ്ടെങ്കിൽ 60/10 ചെയ്താൽ ഒരു ദിവസം അയാൾ ചെയ്യുന്ന വർക്ക് കിട്ടും. അപ്പോൾ 6 യൂണിറ്റ് പെർ ഡേ. ഇനി രണ്ടുപേരോട് ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിലോ? അപ്പോൾ രണ്ടുപേരോട് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇവർ ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് ചെയ്യും? ഒരു ഡേ കൊണ്ട് ഇവർ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസിയുടെ സമ്മാണ്. അതായത് 12 6 18 യൂണിറ്റ് വർക്ക് എന്ത് ചെയ്യും? 18 യൂണിറ്റ് വർക്ക് പെർ ഡേ ഇവർ ചെയ്യും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് വെൻ ദേ വർക്ക് ടുഗദർ. അപ്പോൾ രണ്ടുപേരൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് വർക്കാ? 60 യൂണിറ്റ് വർക്ക്. ഒരു ദിവസം ചെയ്യുന്നത് 18 യൂണിറ്റ് ആണ്. അങ്ങനെ 60/18, അതായത് 10/3 ഡേയ്സിൽ, 1/3 ഡേയ്സിൽ എന്ത് ചെയ്യും, ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ടൈം ആൻഡ് വർക്കിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു നമ്പർ ഓഫ് ഡേയ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ നിങ്ങൾക്ക് LCM എടുക്കാം, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ എടുക്കാം. അത് ടോട്ടൽ വർക്കായിട്ട് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. ഈ പറയുന്ന കാര്യം, ഈ ടോട്ടൽ വർക്കായിട്ട് അസ്യൂം ചെയ്യാന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം ആൻഡ് വർക്കിന്റെ SSC GD 2022 പ്ലേലിസ്റ്റിലെ ടൈം ആൻഡ് വർക്കിന്റെ 2 ക്ലാസ്സുകൾ ദയവായിട്ട് അത് കാണുക. നിങ്ങളുടെ ഒരുപാട് ഡൗട്ടുകൾ മാറും.
ഇന്ന് നമ്മൾ ഈ ഒരു സീരീസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ്, നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞു, ആ ക്ലാസ് കൂടെ ഒന്ന് കാണണം എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. A can finish 25% of task in 3 days. B can finish half of the task in 18 days. If they work on it together, in how many days can they finish the task? അപ്പോൾ ഇവിടെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ഉണ്ട്, അതുപോലെ ബി ഉണ്ട്. അപ്പോൾ ഒരു സാധനം അതിൻ്റെ 100%. അപ്പോൾ ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ ആ ടാസ്കിൻ്റെ 100%. അപ്പോൾ 25% വർക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഇവന് എത്ര ദിവസം എടുത്തു? 3 ദിവസം എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ വർക്കിൻ്റെ എത്ര ശതമാനമാണ്? 100%. 100 വർഷം കംപ്ലീറ്റ് ആയാലും എന്ത് ചെയ്താൽ മതി? 25നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 100 വരുന്നത്. അപ്പോൾ ഇവിടുത്തെ 3നെ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. അതായത് 12 ഡേയ്സ് എടുക്കും എന്ത് ചെയ്യാൻ? ഈ ഒരു വർക്ക് എക്ക് മാത്രമായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ വഴി ചെയ്യാം. 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 ആണ്. പെർസെൻറ്റേജിൻ്റെ ക്ലാസ് നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതൊന്നും പഠിക്കാതെ ഒരിക്കലും ടൈം വർക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ഒരിക്കലും. അപ്പോൾ 1/4 പാർട്ട് ഓഫ് ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് തീരും. അങ്ങനെ ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ ടാസ്കിൻ്റെ എത്ര പാർട്ടാണ്? ഫുൾ പാർട്ടാണ്. ഇനി ഇവിടെ ഈ ടാസ്ക് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 4 കൊണ്ട് ഗുണിക്കണം, ഇവിടെ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. ലെഫ്റ്റ് സൈഡിൽ ചെയ്യുന്ന അതേ ഓപ്പറേഷൻ തന്നെ റൈറ്റ് സൈഡിൽ ചെയ്യണം. അപ്പോൾ 12 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യും? ഇത് കംപ്ലീറ്റ് ആയിട്ട് തീരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് പേന എടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റണം. അപ്പോൾ കാൽക്കുലേഷൻ്റെ കാര്യം ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നത് ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എപ്പോഴും എല്ലാ ക്ലാസ്സും ബേസിക് കൺസെപ്റ്റ് മാത്രമായിട്ട് തന്ന് പോകത്തില്ല. ചെയ്യുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. ഓൾറെഡി ചെയ്തിട്ടുള്ളത് റെഫറൻസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നത് നിങ്ങൾ ആ ഒരു ബേസ് ബിൽഡ് ചെയ്യാത്തതുകൊണ്ടാണ്. ആ ഒരു ബേസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ആൾക്ക് ബി, ഹാഫ് ഓഫ് ദ വർക്ക് 18 ദിവസം. അപ്പോൾ ആ ഒരു വർക്കിൻ്റെ പകുതി, ഹാഫിന് 18 ദിവസം എടുത്താൽ ഫുള്ള് തീർക്കാൻ വേണ്ടി എത്ര എടുക്കും? ഇത് 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെയും 2 കൊണ്ട് ഗുണിക്കുക, 36 ദിവസം എടുക്കും. അല്ലെങ്കിൽ പകുതി വർക്ക് ചെയ്യാൻ വേണ്ടി 18 ദിവസം എടുത്താൽ അയാൾക്ക് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ 36 ദിവസമാണ് എടുക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ട? അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ടോട്ടൽ വർക്ക് അസ്യൂം ചെയ്യണം. 12ൻ്റെയും 36ൻ്റെയും ഒരു കോമൺ മൾട്ടിപ്പിൾ എടുത്താൽ നമുക്ക് എഫിഷ്യൻസി എന്തായിട്ട് വരും? ഒരു ഇൻറ്റിജർ ആയിട്ട് വരും. നിങ്ങൾക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ടോട്ടൽ വർക്ക് 100 എന്ന് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. അപ്പോൾ 100 എന്ന് അസ്യൂം ചെയ്താൽ എയുടെ എഫിഷ്യൻസി എന്ത് വരും? 100 ടോട്ടൽ വർക്ക്. ടോട്ടൽ എടുക്കുന്ന സമയം, വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം 12. ഇവിടെ ചെയ്തുപോലെ 60 മുട്ടായി 5 ദിവസം കൊണ്ട് തിന്ന് തീർക്കുന്നു. അപ്പോൾ 100/12 എന്ത് വരും? എഫിഷ്യൻസി എന്തിൽ വന്നു? കറക്റ്റായിട്ട് വെട്ടിപ്പോകത്തില്ല, എഫിഷ്യൻസി നോൺ ഇൻറ്റിജർ വന്നു. അതുകൊണ്ടാണ് ഇത് ആ ഒരു ക്ലാസ് ഇട്ട സമയത്ത് ഒരുപാട് പേരെ ഡൗട്ടായിരുന്നു, എന്തുകൊണ്ട് 147, 72 എടുത്തുകൂടാ, 147 എടുത്തുകൂടാ, അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. നിങ്ങൾക്ക് എന്തും എടുക്കാം, പക്ഷേ കാൽക്കുലേഷൻ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണെന്നുള്ള ബോധം വേണം. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ വർക്കായിട്ട് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ 12ൻ്റെയും 36ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? 36ആണ് LCM. അപ്പോൾ ടോട്ടൽ വർക്ക് ഞാൻ 36 എടുത്തു. അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എന്ത് വരും? 36 ഡിവൈഡഡ് ബൈ 12 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. അതായത് ഒരു ദിവസം കൊണ്ട് എത്ര യൂണിറ്റ് വർക്ക് എ തീർക്കും, അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. 36/12 3 യൂണിറ്റ്സ് പെർ ഡേ ആണ് എ എന്ത് ചെയ്യുന്നത്? ഒരു ദിവസം ചെയ്യുന്നത്. അല്ല ബി എന്ത് ചെയ്യും? 36/36 യൂണിറ്റ് വർക്ക് കൊണ്ട് 36 ദിവസം എടുക്കും. അതായത് ബി 1 യൂണിറ്റ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ എയുടെയും ബിയുടെയും എഫിഷ്യൻസി കിട്ടി. ഇനി ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദേ വർക്ക് ഓൺ ടുഗദർ. ഇതിൻ്റെ അർത്ഥം എന്താ? എഫിഷ്യൻസി 3, 1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എ ഒരു ദിവസം 3 യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബി ഒരു ദിവസം എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? 1 യൂണിറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ രണ്ടുപേരുടെ ഒരു ദിവസം ടുഗദർ ആണ്. ടുഗദർ അവരുടെ എഫിഷ്യൻസി എത്ര വരും? 3, 1, 4. ഇതിൻ്റെ അർത്ഥം എന്താ? 4 യൂണിറ്റ്, ഒരു ദിവസം 4 യൂണിറ്റ് വെച്ച് രണ്ടുപേരും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടാസ്ക് തീർക്കാൻ വേണ്ടി എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ടാസ്ക് എത്രയാണ് നമ്മൾ അസ്യൂം ചെയ്തത്? 36 ആണ്. അങ്ങനെ 36 എത്ര വെച്ച്? ഒരു ദിവസം 4 വെച്ച്. 4 ഇത്ര യൂണിറ്റ് ഉണ്ട്, ഇത്ര യൂണിറ്റ് പെർ ഡേ. പെർ ഡേ അങ്ങ് മേളിൽ പോവും, യൂണിറ്റും പോയി. 36/4 9 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യും? അവർ രണ്ടുപേരുടെ ഒരുമിച്ച് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഈ ക്വസ്റ്റിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. പക്ഷേ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ 2, 3, 4, 5 ഒക്കെ വട്ടം ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്? 25% 3 ദിവസം, അപ്പോൾ ടോട്ടലിന് 12 ദിവസം. മറ്റേത് പകുതിക്ക് 18 ദിവസം, മൊത്തത്തിന് 36 ദിവസം. LCM 36 ആണ്. അങ്ങനെയാണെങ്കിൽ 36 ഡിവൈഡഡ് ബൈ ഇവൻ്റെ എഫിഷ്യൻസി 3, ഇവൻ്റെ എഫിഷ്യൻസി 1, 36/4 9 ആൻസർ കൊടുക്കും. പക്ഷേ ഈ കാര്യം മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഫാസ്റ്റായി തോന്നുന്നു എന്ന് പറയുന്നത് കൊണ്ട്, ഫാസ്റ്റ് ആണെന്ന് പറയുന്നതുകൊണ്ടാണ് ഇത്രയും എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാവുന്നതാണ്. നന്നായിട്ട് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അഭിജിത്തും സൗരവും ക്യാൻ ഡു എ വർക്ക് ഇൻ 15 days. പീയൂഷും സൗരവും 20 days. അഭിജിത്ത് ആൻഡ് പീയൂഷ് 10 days. ഇൻ ഹൗ മെനി ഡേയ്സ് പീയൂഷ് വിൽ കംപ്ലീറ്റ് ദ വർക്ക് എലോൺ? വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്.
നമ്മളെല്ലാം ക്വസ്റ്റിന് നല്ല ലെവലിലുള്ള ക്വസ്റ്റിനോ അല്ലെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്തുകൊണ്ട് പോകേണ്ടതാണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇവിടെ പറയുന്നു അഭിജിത്തും സൗരവും കൂടെ ഈ വർക്ക് തീർക്കാൻ വേണ്ടി എത്ര ദിവസം എടുക്കുന്നത്? 15 ദിവസം എടുക്കുന്നു. പീയൂഷും സൗരവും കൂടെ 20 ദിവസം എടുക്കുന്നു. അഭിജിത്തും പീയൂഷും കൂടെ 10 ദിവസം എടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ വർക്കിനെ നമ്മൾ അസ്യൂം ചെയ്യണം. ഇതിൻ്റെ കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് അസ്യൂം ചെയ്താൽ കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യാത്തവർ ദയവായിട്ട് എല്ലാ ദിവസവും എഴുതുക. നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ക്ലാസ് എടുത്ത് പഠിക്കുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏറ്റവും ബേസ് മുതൽ നിങ്ങൾ പഠിച്ച് സെറ്റായിട്ട് പോകും. മുഴുവൻ മാർക്ക് വാങ്ങാനുള്ള കണ്ടന്റ് ഓൺലൈൻ കോഴ്സിൽ ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് ഞാൻ എന്ത് ചെയ്തു? 15ൻ്റെയും 20ൻ്റെയും 10ൻ്റെയും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എത്രയാണ്? 60 ആണ്. LCM എന്താണെന്നുള്ള കാര്യം ദയവായിട്ട് ക്ലാസ് സെർച്ച് ചെയ്ത് പഠിക്കുക. അപ്പോൾ 60 ആണ് കോമൺ ആയിട്ടുള്ള ഏറ്റവും ലീസ്റ്റ് മൾട്ടിപ്പിൾ ഈ നമ്പേഴ്സിൻ്റെ. അപ്പം ഞാൻ അസ്യൂം ചെയ്തു ടോട്ടൽ വർക്ക് തീർക്കാനുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ 60 ആണ്. അങ്ങനെയാണെങ്കിൽ A+Sൻ്റെ എഫിഷ്യൻസി എന്ത് വരും? ടോട്ടൽ 15 ദിവസമാണ് അവർക്ക് രണ്ടുപേർക്ക് കൂടെ എടുക്കുന്നത്, ഒറ്റയ്ക്ക് അവർ രണ്ടും ചെയ്താൽ. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 60 ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്, 60/15, 4 യൂണിറ്റ് പെർ ഡേ ആണ് അഭിജിത്തും സൗരവും കൂടെ ചെയ്യുന്നത്. ഇനി പീയൂഷും സൗരവും കൂടെ ചെയ്യുന്ന എത്രയാണ്? 60 ഡിവൈഡഡ് ബൈ 20. 60 ആണ് ടോട്ടൽ വർക്ക്. അങ്ങനെ 20 ദിവസം കൊണ്ടാണ് അവർ തീർക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അവർ എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? 60/20, 3 യൂണിറ്റ് വർക്ക് അവർ ചെയ്യും. ഇനി അടുത്ത ആളാരൊക്കെയാ? അഭിജിത്തും പീയൂഷും 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും വർക്ക്. 60 ആണ് ടോട്ടൽ വർക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അവർ രണ്ടുകൂടെ എത്ര വർക്ക് ചെയ്യും? 60/10, 6 യൂണിറ്റ് വർക്ക് ചെയ്യും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ അഭിജിത്ത് സൗരഭ്, പീയൂഷ് സൗരഭ്, അഭിജിത്ത് പീയൂഷ്. അപ്പോൾ ഇവരെല്ലാവരും എത്ര വട്ടം വരുന്നുണ്ട്? ഇവൻ 1, 2, S 2 അടുത്ത്, P 2 അടുത്ത്. അപ്പം നമ്മൾ എന്താ ഈ ഒരു ഘട്ടത്തിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് എല്ലാം കൂടെ കൂട്ടുക. ലെഫ്റ്റ് സൈഡ് കൂട്ടുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു അഭിജിത്ത് സൗരഭ് പീയൂഷ്, 2A 2P 2S വരും. എന്ത് കിട്ടും? 7 6 13 കിട്ടും. എന്നിട്ട് ഇത് എഫിഷ്യൻസിയാണ്. അഭിജിത്ത് സൗരഭ് പീയൂഷ് നമുക്ക് എന്ത് കൊടുക്കുക? എഫിഷ്യൻസി 13/2, 2 താഴെ വരും. അതായത് 6.5, 6.5. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടത് പീയൂഷിന്റെ മാത്രം എഫിഷ്യൻസിയാണ്. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി ഉണ്ടെങ്കിൽ, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വർക്കിനെ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ടോട്ടൽ വർക്കിനെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ഡേയ്സ്, എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുമെന്ന് കിട്ടും. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? അഭിജിത്തിൻ്റെയും സൗരവിൻ്റെയും പീയൂഷിൻ്റെയും ടോട്ടൽ എഫിഷ്യൻസി നമുക്ക് കിട്ടി 6.5 ആണെന്ന് കിട്ടി. നമുക്ക് ആരുടെ വേണ്ടുന്ന എഫിഷ്യൻസി? പീയൂഷിൻ്റെ എഫിഷ്യൻസിയാണ് വേണ്ടത്. അപ്പോൾ പീയൂഷിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ അഭിജിത്തിൻ്റെയും സൗരവിൻ്റെ എഫിഷ്യൻസി ഓൾറെഡി ഇവിടെ 4 ഉണ്ട്. അപ്പോൾ അഭിജിത്തും സൗരവും കൂടെ കൂട്ടുന്ന എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 4 ആണ്. അതിൻ്റെ കൂടെ പീയൂഷിൻ്റെ എഫിഷ്യൻസിയും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് 6.5 വന്നത്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? പീയൂഷിൻ്റെ എഫിഷ്യൻസി 2.5 ആണ്. അതായത് ഒരു ദിവസം 2.5 യൂണിറ്റ് വർക്ക് അവൻ ചെയ്യും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? പീയൂഷിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ വരുന്നത്? ടോട്ടൽ വർക്ക് എത്രയാണോ 60 ഡിവൈഡഡ് ബൈ പീയൂഷിൻ്റെ എഫിഷ്യൻസി 2.5നെ നമുക്ക് 5/2 എന്ന് എഴുതാം. 2 അങ്ങ് മേളിൽ പോവും. എന്ത് ചെയ്യാം? 60/5 എന്ന് പറയുമ്പോൾ 12, 12 2 24 ഡേയ്സ് എടുക്കും ആർക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ? പീയൂഷിന് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നന്നായിട്ട് പഠിച്ച ഒരാളാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? 15, 20, 10. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, നിങ്ങളുടെ പ്രോസസ്സ് ഇതാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇപ്പോൾ LCM 60 എടുത്തു. ആദ്യം തന്നെ 4, 3, 6. ഇവിടെ ഒന്നും അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം കൂടെ കൊണ്ടുപോയി 2 ഇൻറ്റു അത് വരും. അങ്ങനെയാണെങ്കിൽ A+S+P എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിൻ്റെ പകുതി 7 + 6 13 പകുതി 6.5 എന്ന് വരും. A+S 4 ഉണ്ട്, P എന്ന് പറഞ്ഞാൽ 2.5 ആണ്. അങ്ങനെയാണെങ്കിൽ 60/2.5, 60/5 12, 12 കൊണ്ട് 2 24. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ സ്ഥിരമായിട്ട് ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർ ഈ വഴി തന്നെ ചെയ്യത്തുള്ളൂ. നിങ്ങൾ ഈ വഴി ചെയ്യുന്നതും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ സ്പീഡാണെന്ന് പറയുന്നവർ ഇതൊന്നും ഫോളോ ചെയ്യാത്തവരാണ്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് മാക്സിമം പഠിക്കുക, വർക്ക് ചെയ്ത് മാക്സിമം സ്പീഡാക്കുക. നിങ്ങളുടെ കാൽക്കുലേഷനൊക്കെ സ്പീഡാക്കുക, കൺസെപ്റ്റും ക്ലിയർ ആക്കുക. 2 ക്വസ്റ്റ്യൻ നമ്മൾ വൃത്തിയായിട്ട് എന്ത് ചെയ്തു? പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ഇനി ഇതേപോലത്തുള്ള ടൈപ്പ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും.
ക്വസ്റ്റ്യൻ നോക്കേ. എ ക്യാൻ ഡു എ വർക്ക് ഇൻ 60 days ആൻഡ് ഈസ് ത്രൈസ് ആസ് എഫിഷ്യന്റ് ആസ് ബി. അതായത് ബി ചെയ്യുന്ന വർക്ക് എത്രയാണോ അതിന്റെ 3 ഇരട്ടി ആര് ചെയ്യും? എ ചെയ്യും. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദേ ബി ടുഗദർ ഏബിൾ ടു കംപ്ലീറ്റ് ദ വർക്ക് ഇഫ് എ ജോയിൻസ് ബി എവരി തേർഡ് ഡേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടി. എഫിഷ്യൻസിയുടെ റേഷ്യോ എയുടെയും ബിയുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ എന്താ കിട്ടിയേ? എ ത്രൈസ് ആസ് ദാറ്റ് ഓഫ് ബി. അതായത് എയുടെ എഫിഷ്യൻസി 3 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 1 ആണ്. അതായത് എ ഒരു ദിവസം 3 യൂണിറ്റ് വർക്ക് ചെയ്യുമെങ്കിൽ ബി ഒരു ദിവസം എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? 1 യൂണിറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യം ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. 60 ദിവസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? എ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്ക് ടോട്ടൽ വർക്ക് എന്തായിട്ട് പറയാം? ഒരു ദിവസം എ ചെയ്യുന്നത് 3 യൂണിറ്റ് വർക്കാണ്. അങ്ങനെ 60 ദിവസം എക്ക് ചെയ്യാനുള്ള വർക്കാണ് ഇവിടെ ഉള്ളത്. 60 × 3 180 യൂണിറ്റ് ആണ് ടോട്ടൽ വർക്ക്. അതിൽ തർക്കമില്ല. ഇനി പറയുന്നു ഇവരുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇവർ ചെയ്യുന്ന ജോലിയാണ്. 180 ആണെങ്കിൽ ഒരു ദിവസം എ 3 യൂണിറ്റും ചെയ്യും, ബി 1 യൂണിറ്റും ചെയ്യും. ഇവിടെ പറയുന്നു എ ജോയിൻസ് ബി എവരി തേർഡ് ഡേ. അതായത് ആദ്യത്തെ 2 ദിവസം ബി വർക്ക് ചെയ്യും, 1 1 2 യൂണിറ്റ് വർക്ക് ചെയ്തു. അടുത്ത 3-ാമത്തെ ദിവസം എയും ബിയും ഉണ്ട്, 3 1 4. അതായത് 6 യൂണിറ്റ് വർക്ക് തീരും 3 ദിവസം കൊണ്ട്. 3 ദിവസം കൊണ്ട് എത്ര യൂണിറ്റ് വർക്ക് തീരും? 6 യൂണിറ്റ് വർക്ക് തീരും. നമുക്ക് എത്ര യൂണിറ്റ് വർക്കാണ് തീരണ്ടേ? ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പോൾ 6 180 ആവാൻ വേണ്ടി എത്ര കൊണ്ടാണ് ഗുണിച്ചേ? 30 കൊണ്ടാണ് ഗുണിച്ചത്. ഇവിടെ 3നെ എന്ത് ചെയ്യണം? അത് ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്തോ അതേ ഓപ്പറേഷൻ തന്നെ ലെഫ്റ്റും ചെയ്യണം. അപ്പോൾ 3 × 30 90 ദിവസം എടുക്കും ഈ ഒരു വർക്ക് എ ബിക്ക് എവരി തേർഡ് ഡേ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആകും. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എത്ര സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ അത്ര സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ നോക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയും. അടുത്ത ക്വസ്റ്റ്യൻ. രേണുവും ബിനും വർക്കിംഗ് സെപ്പറേറ്റ്ലി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 12 and 18 ഡേയ്സ് റെസ്പെക്റ്റീവ്. രേണു ബിനു ഉണ്ട് 12 ദിവസം, ഇവന് 18 ദിവസം. രണ്ടിന്റെ കോമൺ മൾട്ടിപ്ലൈ LCM 36 ആണ്. ഇവന് എഫിഷ്യൻസി 3 കിട്ടി, ഇവന് എഫിഷ്യൻസി 2 കിട്ടി. ഇത്രയും ചെയ്യാൻ ഒരു പ്രശ്നമില്ല, ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ്. ഇത്തെ വർക്ക് എ ഡേ ആൾട്ടർനേറ്റീവ്ലി. ആൾട്ടർനേറ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദിവസം രേണു സ്റ്റാർട്ട് ചെയ്യണം, ഒരു ദിവസം രേണു ആണെങ്കിൽ പിന്നെ ബിനു, പിന്നെ രേണു, പിന്നെ ബിനു, പിന്നെ രേണു, പിന്നെ ബിനു. അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫിക്സ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 ദിവസം കൊണ്ട് 2 ഡേയ്സിൽ നടക്കുന്ന വർക്ക് നമുക്ക് പറയാൻ പറ്റും. 2 ഡേയ്സിൽ എത്ര വർക്ക് കഴിയും? രേണു 3ഉം ബിനു 2ഉം ചേർത്ത് 5 യൂണിറ്റ് വർക്ക് കഴിയും. നമുക്ക് എന്താ 36ന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യല്ലേ, ഇങ്ങനത്തെ ക്വസ്റ്റിനകത്ത് ഒരിക്കലും ഡയറക്റ്റ് 5നെ 36 ആക്കരുത്. രേണു ഒരു ദിവസം 3 ആണ്, മറ്റവൻ ഒരു ദിവസം 2 ആണ്. അപ്പോൾ 3 2ഉം 5 കുറവുള്ള രീതിയിൽ എന്താക്കണം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 5 കുറവുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ എത്ര? 36ന് 5 കുറവ് 31. ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യണം? ഇത് എത്തിക്കണം. ഇപ്പം 2 ഡേയ്സിൽ 5 യൂണിറ്റ് വർക്കാണ് തരുന്നത്. അപ്പം 5നെ എന്ത് ചെയ്യാം? ഞാൻ 6 കൊണ്ട് ഗുണിക്കുവാണ്. 6 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 30 യൂണിറ്റ് വർക്കായി. അത് എത്ര ദിവസം കൊണ്ട്? ഇവിടെ 6 കൊണ്ട് ഗുണിക്കുക, 12 ദിവസം കൊണ്ട്. ഇപ്പം എന്തായി? ഒരു ഈവൻ നമ്പറായി. ഓരോ ഈവൻ നമ്പർ, ഓരോ ഓഡ് നമ്പറിലും സ്റ്റാർട്ട് ചെയ്യുന്ന ആരാ? രേണു. 1-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം, 5-ാമത്തെ ദിവസം, അങ്ങനെ 12 ദിവസമായി. അപ്പോൾ 13-ാമത്തെ ദിവസം ആരായിരിക്കും ചെയ്യുന്നത്? നമ്മുടെ രേണുവാണ്, 3 യൂണിറ്റ്. അപ്പം 33 യൂണിറ്റ് ആവും. 30 യൂണിറ്റ് ഓൾറെഡി ആയി. 14-ാമത്തെ ദിവസം ആരാ ചെയ്യുന്നത്? നമ്മുടെ ബിനുവാണ്. ബിനു 2 ചെയ്യുന്നത്. അപ്പോൾ 35 യൂണിറ്റ് ആയി. അപ്പോൾ നമ്മുടെ ആൻസർ 14നും 15നും ഇടയ്ക്കാണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്തുണ്ട്. 14നും 15നും ഇടയ്ക്കുള്ള ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. ഇനി ഇത് കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 14 ദിവസം 35 യൂണിറ്റ് വർക്ക് കയറുന്നു. ഇനി ഡേ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ്. പിന്നെയുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 യൂണിറ്റ് കൂടെ മതി. കാര്യം 35 ഓൾറെഡി കംപ്ലീറ്റ് ആയി 14 ദിവസത്തിൽ. 1 യൂണിറ്റ് മതി. ആരാ ചെയ്യേണ്ടത്? 14ാമത് കഴിഞ്ഞ് അടുത്ത രേണു ചെയ്യേണ്ടത്. രേണുവിൻ്റെ എഫിഷ്യൻസി 3 ആണ്. അപ്പോൾ വർക്ക് ബൈ എഫിഷ്യൻസി. അപ്പോൾ 1/3 ഡേയ്സ് കൂടെ എടുക്കും. അതായത് 14 1/3 ഡേയ്സിൽ എന്ത് ചെയ്യും? ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവും. നിങ്ങളിത് മനസ്സിലാക്കുക, എന്താണെന്ന് കാര്യം മനസ്സിലാക്കുക. മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. യെസ്, അതായത് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമല്ല നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നേരത്തെ ചെയ്തതുപോലുള്ള ക്വസ്റ്റ്യൻ. എ ക്യാൻ ഡു 2/5 ഓഫ് വർക്ക് ഇൻ 10 ഡേയ്സ്. അപ്പോൾ എക്ക് 2/5ന് 10 ഡേയ്സ് എടുക്കും. എന്നാൽ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ എത്രയാണ്? 100% അല്ലെങ്കിൽ 1 ആണ്. 2/5 × W ആണ് 10 ഡേയ്സ്. ഇപ്പോൾ 2/5 1 ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതിനെ 5/2 കൊണ്ട് ഗുണിക്കണം. അതേ കാര്യം തന്നെ ഇവിടെ ചെയ്യുക. അപ്പോൾ 10 × 5/2 5 25 ഡേയ്സ് എടുക്കും എക്ക്. കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിക്ക് പകുതി വർക്ക് 10 ദിവസം എടുക്കുമെങ്കിൽ ഫുൾ വർക്കിന് എന്ത് ചെയ്യും? അതിൻ്റെ ഇരട്ടി, 10ന്റെ ഇരട്ടി 20 ദിവസം എടുക്കും ബിക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവാൻ. ഇതിൻ്റെ LCM എടുക്കുക. 100 ആണ് രണ്ടിൻ്റെ കോമൺ മൾട്ടിപ്പിൾ. എയുടെ എഫിഷ്യൻസി 100/25 4ഉം ബിയുടെ എഫിഷ്യൻസി 100/20 5 കിട്ടും.
ദേ വർക്ക്ഡ് ടുഗദർ ഫോർ 5 days ആൻഡ് എ ലെഫ്റ്റ്. ടുഗദർ ഫോർ 5 days എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവർ എത്ര യൂണിറ്റാണ് വർക്ക് ചെയ്യുന്നത്? 5 4 9 യൂണിറ്റ്. അങ്ങനെ 9 യൂണിറ്റ് വെച്ച് എത്ര 5 ദിവസം വർക്ക് ചെയ്തു, അതായത് 45 യൂണിറ്റ് ഓൾറെഡി കഴിഞ്ഞു. ഇപ്പം റിമൈനിങ് എത്രയാണുള്ളത്? റിമൈനിങ് 100-ൽ നിന്നും 45 കുറച്ചാൽ 55 യൂണിറ്റ് ആണ് വർക്ക് ഉള്ളത്. നമ്മൾ 100 എടുക്കുവാണെങ്കിൽ ഇവരുടെ എഫിഷ്യൻസി ഇങ്ങനെയാണ്. 55 റിമൈനിങ് ഉള്ളത്. ഇൻ ഹൗ മെനി ഡേയ്സ് ബി ഫിനിഷ് ദ റിമൈനിങ് വർക്ക്. റിമൈനിങ് വർക്ക് എന്ന് പറഞ്ഞാൽ ബി മാത്രമേ ചെയ്യാനുള്ളൂ. ഇത് ടോട്ടൽ വർക്കാണ്. വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. ഇപ്പോൾ എഫിഷ്യൻസി എത്രയാണ് ഇവിടെ? ബിയുടെ 5 ആണ്. 55/5 11 നമ്പർ ഓഫ് ഡേയ്സിൽ എന്ത് ചെയ്യും? ബി ആ ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്യും. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ മോഡലായിരിക്കും ചെയ്യാനുള്ളത്. ഈ സ്പീഡ് ഓക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് പറയുക. ഇനിയും സ്പീഡ് കുറയ്ക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അത്ര രീതിയിൽ നിങ്ങൾ ക്ലാസ് എടുത്ത് ഏറ്റവും ബേസ് മുതൽ പിന്നെ പഠിക്കേണ്ടി വരും. യെസ്, ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 14 days, ബി ക്യാൻ ഡു ഇറ്റ് ഇൻ 20 days. They started working together, but after some days, A left the work, and the whole work was completed by 10 days. Completed in 10 days. Find after how many days A left the work. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കുറച്ച് നല്ല ക്വസ്റ്റ്യൻ, എല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എ ബി, എക്ക് 14 ദിവസം എടുക്കും, ബിക്ക് 20 ദിവസം എടുക്കും. LCM എടുക്കുക. ഇതിൻ്റെ 140 ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ. കാര്യം 14 20 കോമൺ മൾട്ടിപ്പിൾ ആണ്. രണ്ടിലും 7 ഇല്ല. 14 2 ഉണ്ട്, ഇതിനകത്ത് 2 ഉണ്ട്. 7 14 7 20 അപ്പോൾ 20 7 140 LCM. LCMൻ്റെ ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ടാൽ LCM എങ്ങനെയാണ് വേഗത്തിൽ എടുക്കുന്നതെന്ന് മനസ്സിലാവും. എഫിഷ്യൻസി എത്ര വരും? എയുടെ എഫിഷ്യൻസി 140/14 നമ്പർ ഓഫ് ഡേയ്സ് 10 വരും, 10 യൂണിറ്റ് പെർ ഡേ. ബിയുടെ എഫിഷ്യൻസി 140/20 7 യൂണിറ്റ്സ് പെർ ഡേ. ഇപ്പം എന്താ പറയുന്നവർ? എ ഇടയ്ക്ക് വെച്ച് എത്ര ദിവസം കഴിഞ്ഞാണെന്ന് അറിയില്ല, എ എന്ത് ചെയ്തു? നിർത്തിയിട്ട് പോയി. പക്ഷേ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ആയി എത്ര ദിവസം കൊണ്ടാണ്? 10 ദിവസം കൊണ്ടാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഈ 10 ദിവസം ആര് കാണും? നമ്മുടെ ബി കാണും. ഒരു ദിവസം 7 യൂണിറ്റ് വർക്ക് ചെയ്യുന്ന ബി കാണും. അങ്ങനെ 10 ദിവസം 10 × 7 70 യൂണിറ്റ് വർക്ക്. ഈ ഒരു ടോട്ടൽ വർക്കിൽ 70 യൂണിറ്റ് വർക്ക് ആരാ ചെയ്തത്? ബി ആ ചെയ്തത്. അപ്പോൾ കംപ്ലീറ്റ് ആവണം എന്ന് പറയുവാണ്. ഫൈൻഡ് ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് എ ലെഫ്റ്റ് ദ വർക്ക് ആൻഡ് 10 ദിവസം കൊണ്ട് ഇതെന്തായി? കംപ്ലീറ്റ് ആയി. അപ്പോൾ കംപ്ലീറ്റ് ആയെന്ന് പറയണമെങ്കിൽ ടോട്ടൽ 140 യൂണിറ്റ് വർക്കുള്ളടുത്ത് 70 യൂണിറ്റ് ആണ് ബി ചെയ്തത്. അപ്പോൾ എ ബാക്കി എത്ര ചെയ്ത് കാണും? 70 യൂണിറ്റ് വർക്ക് ചെയ്തിട്ടായിരിക്കും പോയത്. അപ്പോൾ 70 യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി എക്ക് എത്ര ദിവസം എടുത്ത് കാണും? 70 വർക്ക് ബൈ എഫിഷ്യൻസി ആണ് നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ 7 ദിവസം എടുത്ത് കാണും എക്ക് ആ ഒരു 70 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അതിൻ്റെ അർത്ഥം എന്താ? വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 7 ദിവസത്തേക്ക് എ ഉണ്ടായിരുന്നു. അതായത് 7 ദിവസം കഴിഞ്ഞാണ് എ പോയത്. അതായത് എത്ര ദിവസം കഴിഞ്ഞാണ് എ പോയത്? 7 ദിവസം കഴിഞ്ഞ്. ഓപ്ഷൻ സി കൊടുക്കാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലാണ്. ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? എക്സാമിന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? യെസ്, അടുത്ത വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അതൊക്കെ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് നിങ്ങൾ പറയുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ക്വാളിറ്റി മനസ്സിലാക്കി നിങ്ങൾക്ക് ഫുള്ള് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ള് പഠിക്കുകയും ചെയ്യും. യെസ്, ക്വസ്റ്റ്യൻ ഓക്കെ. ടൈപ്പ് 1 വർക്കേഴ്സ് ആർ 2.5 times എഫിഷ്യൻറ്റ് ദാൻ ടൈപ്പ് 2 വർക്കേഴ്സ്. ഇപ്പോൾ ടൈപ്പ് 1 വർക്കേഴ്സ് ഉണ്ട്, ടൈപ്പ് 2 വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ടൈപ്പ് 1 വർക്കേഴ്സിന് 2.5 times എഫിഷ്യൻറ്റ് ദാൻ ടൈപ്പ് 2 വർക്കേഴ്സ്. ഇപ്പോൾ 2.5 എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതൊന്നാണെങ്കിൽ ഇത് 2.5, അല്ലെങ്കിൽ 2.5 എന്ന് പറഞ്ഞാൽ 5/2 ആണ്. റേഷ്യോയുടെയൊക്കെ ബേസിക് ക്ലാസ്സിൽ കാണണം കേട്ടോ. 5/2 ടൈംസ് എഫിഷ്യൻറ്റ് ദാൻ ടൈപ്പ് 2 വർക്കേഴ്സ്. അതായത് ടൈപ്പ് 2ൻ്റെ എഫിഷ്യൻസി 2 ആണെങ്കിൽ 2നെ 5/2 കൊണ്ട് ഗുണിക്കുന്ന അത്ര എഫിഷ്യൻസിയാണ് ടൈപ്പ് 1 വർക്കേഴ്സിനുള്ളത്. 2 × 5/2 2 2 വെട്ടിപ്പോയി 5 യൂണിറ്റ് ആണ് ടൈപ്പ് 1 വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി. 5 യൂണിറ്റ് ആണ് ടൈപ്പ് 1 വർക്കേഴ്സ് എങ്കിൽ 2 യൂണിറ്റ് ആണ് ടൈപ്പ് 2 വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി. അതായത് ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ റേഷ്യോ. 12 ടൈപ്പ് 1 വർക്കേഴ്സ് ക്യാൻ കംപ്ലീറ്റ് എ ടാസ്ക് ഇൻ 10 days. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. 12 ടൈപ്പ് 1 വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 5 ആണ്. അപ്പോൾ 12 × 5 ഇൻറ്റു അങ്ങനെ എത്ര ദിവസം കൊണ്ട്? 10 ദിവസം കൊണ്ട്. അതായത് 12 × 5 ഇൻറ്റു 10 ആണ് ടോട്ടൽ വർക്ക്. ഹൗ മെനി ഡേയ്സ്? ഇപ്പം നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ആണ്. ടോട്ടൽ എഫിഷ്യൻസി ആണ്. ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. ഹൗ മെനി ഡേയ്സ് വുഡ് ബി ടേക്കൺ ഫോർ ടൈപ്പ് 1. അപ്പോൾ 4 ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ടൈപ്പ് 1ൻ്റെ 4 × 5 4 ഇൻറ്റു ഒരാളുടെ എഫിഷ്യൻസി 5 ആണെങ്കിൽ 4 × 5 20 ആണ് അവരുള്ളത്. ബാക്കി 15 ടൈപ്പ് 2. 15 ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ 15 × ടൈപ്പ് 2ൻ്റെ എഫിഷ്യൻസി 2 ആണ്. അപ്പോൾ 15 × 2 30. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി. ടോട്ടൽ എഫിഷ്യൻസി ചെയ്താൽ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. അപ്പോൾ ഇത് എത്ര കിട്ടും? ബൈ 50 എന്ന് എഴുതാം. ഓക്കെ, 12 60 600/50
60/5 നമുക്ക് എന്ത് ആൻസർ കിട്ടും? 12 എന്ന ആൻസർ കിട്ടും. അതായത് 12 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യും? ടൈപ്പ് 1 4 ടൈപ്പ് 1ഉം 15 ടൈപ്പ് 2 വർക്കേഴ്സ് എന്ത് ചെയ്യും? ആ ഒരു ടോട്ടൽ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ABC ക്യാൻ കംപ്ലീറ്റ് എ ടാസ്ക് ഇൻ 8 days. ഒന്നും മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബേസിക് ക്ലാസ് കാണുക, എന്നിട്ട് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ വർക്ക്ഔട്ട് ചെയ്യും. എയും ബിയും സിയും 8 ദിവസം കൊണ്ട് തീർക്കും. എയും ബിയും കൂടെ 16 ഡേയ്സ് ഇഫ് ഓൺലി 2 ഓഫ് ദം വർക്ക്ഡ്. എയും ബിയും കൂടെ 16 ദിവസം കൊണ്ട് വർക്ക് ചെയ്ത് തീർക്കും. 16 ഡേയ്സ് കൊണ്ട്. എയും സിയും കൂടെ 12 ദിവസം എടുക്കും. എയും സിയും കൂടെ 12 ദിവസം കൊണ്ട് ആ വർക്ക് തീർക്കും. നമുക്ക് ബിയും സിയും കൂടെ എത്ര തീർക്കും എന്ന് അറിഞ്ഞൂടാം, നമുക്ക് അറിഞ്ഞൂടാം. ഇഫ് എ വർക്ക് ഡെലോൺ, ഇപ്പം നമ്മൾ രണ്ടാമത് ചെയ്ത ക്വസ്റ്റ്യൻ്റെ സെയിം ഒരു ഡിറ്റോ ആണ്, അതിനകത്ത് കുറച്ച് മാത്രം മാറ്റങ്ങളേ ഉള്ളൂ. എയും ബിയും സിയും കൂടെ അവർ എത്ര പറഞ്ഞിട്ടുള്ളത്? 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ ഹൗ മെനി ഡേയ്സ് എ മാത്രം വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് എക്ക് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് എയുടെ നമ്പർ ഓഫ് ഡേയ്സ് വേണമെങ്കിൽ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എയുടെ എഫിഷ്യൻസി വേണം. എയുടെ എഫിഷ്യൻസി വേണം. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ആദ്യം എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന നമ്പർ ഓഫ് ഡേയ്സിൻ്റെ എല്ലാം LCM 16, 12, 8ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ. 8 16ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി 12ൻ്റെയും 16ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ എത്രയാണ്? 48 ആണ്. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നത് 48 ടോട്ടൽ വർക്ക് എന്ന് അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെ എഫിഷ്യൻസി എന്ത് കിട്ടും? 48 ഡിവൈഡ് ബൈ 16 ദിവസം കൊണ്ട് അത് എടുക്കുന്നത്. 48/16 3 യൂണിറ്റ് പെർ ഡേ. എ പ്ലസ് സി 48/12 4 യൂണിറ്റ്സ് പെർ ഡേ. ബി പ്ലസ് സി നമുക്ക് അറിഞ്ഞുകൂടാ. എ പ്ലസ് ബി പ്ലസ് സി എന്ത് കിട്ടും? 48/8 6 യൂണിറ്റ്സ് പെർ ഡേ. ഇനി ഇവിടുന്ന് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, രണ്ടാമത്തെ ക്വസ്റ്റിന് കണ്ടായിരുന്നു, ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതെല്ലാം കൂടെ കൂട്ടി. എല്ലാം കൂടെ കൂട്ടുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? 2 × A + B + C. 2A വരും, 2B വരും, 2C. അതെന്ന് പറഞ്ഞാലാണ് നമുക്ക് എന്ത് വരേണ്ടത്? ഒരു വാല്യൂ വരേണ്ടത്. അപ്പോൾ നമുക്ക് A + B + Cയുടെ വാല്യൂ എന്ത് വന്നു? 6 എന്ന് വന്നു. A + B + Cയുടെ വാല്യൂ ഇവിടെ നമുക്ക് 6 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 × A + B + C എന്താവും? 2 × 6, അതായത് 12 ആവും. അതായത് ഇത് ഇത്രയും കൂടെ, ഇത് 3 കൂടെ കൂട്ടുന്നത് എന്ത് വേണം? 12 വരണം. ഓൾറെഡി ഇവിടെ എത്രയേ ഉള്ളൂ? രണ്ടാമത് ചെയ്ത അതേ ക്വസ്റ്റ്യൻ ഇവിടെ ആ ക്വസ്റ്റ്യനകത്ത് തന്നിരുന്നത് ഇത് 3 തന്നിട്ടുണ്ടായിരുന്നു, ഇത് ചോദിച്ചു. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഇതും തന്നിട്ടുണ്ട്. യെസ്, ഇവിടെ എന്ത് കിട്ടും? നമുക്ക് 12 വേണം. ഇവിടെ എത്രയാണ്? ഇവിടെ 5 വന്നേ പറ്റും. കാര്യം 4 3 7 12 ആവണമെങ്കിൽ എന്ത് വന്നേ പറ്റൂ? 5 വന്നേ പറ്റൂ. അപ്പോൾ നമുക്ക് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. എ പ്ലസ് ബി പ്ലസ് സി 6 എന്ന് കിട്ടിയ എഫിഷ്യൻസി. നമുക്ക് എന്താ? എയുടെ മാത്രം മതി. ഇതിനകത്ത് ഈ ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. അപ്പോൾ എയുടെ എഫിഷ്യൻസി ഇത്ര ആയിരിക്കും? 5ൻ്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് ഇവിടെ 6 വരുന്നത്. ഇത് നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഇതാണ് എഫിഷ്യൻസി. എയുടെ എഫിഷ്യൻസി 1 ആണ്. അങ്ങനെ നമ്മുടെ ആൻസർ എന്ത് വരും? ആൻസർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് 48 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ഒരു ദിവസം ചെയ്യുന്ന ജോലി, അതാണ് നമ്പർ ഓഫ് ഡേയ്സ്. 48/1 48 ഡേയ്സ് എടുക്കും ആർക്ക്? എക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ്. ഇത് നിങ്ങളുടെ ഫാസ്റ്റ് എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതനുസരിച്ച് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്പീഡ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, R is twice as efficient as P and Q is 7/5 times efficient as P. നമുക്ക് ആദ്യം എഫിഷ്യൻസിയുടെ റേഷ്യോ എഴുതാം. റേഷ്യോയുടെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. എങ്ങനെയാണ് റേഷ്യോ എടുക്കുന്നത് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരിക്കലും ടൈം വർക്ക് എന്ന് പറയുന്നതൊക്കെ ചാപ്റ്റർ ബേസിക് ആയിട്ടുള്ള കാര്യം പെർസെൻറ്റേജ് റേഷ്യോ ആണ്. അത് വെച്ചിട്ടാണ് ഓരോ ചാപ്റ്ററും അരിത്തമെറ്റിക്കൽ ഓരോ ചാപ്റ്ററും മുന്നോട്ട് പോകുന്നത്. റേഷ്യോ പെർസെൻറ്റേജ് നന്നായിട്ട് പഠിക്കുക. ഇവിടെ പിയും ക്യൂവും ആറുമാണ് ഉള്ളത്. R is twice as efficient as P. P 1 ആണെങ്കിൽ R എന്താണ്? 2 ആണ്. Q is 7/5 times as efficient as P. അപ്പോൾ P 5 ആണെങ്കിൽ Q എന്താണ്? 5 × 7/5 ഇതാണ് 7 ആണ്. P 5 ആയാൽ P യുടെ ഇരട്ടിയാണ് ആരെന്ന് പറയുന്നത്? R എന്ന് പറയുന്നത്. P 5 ആയാൽ ഇത് എന്താവും? 10 ആവും. ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു റേഷ്യോ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? റേഷ്യോയുടെ ക്ലാസ് കാണുമോ? എങ്ങനെയാണ് റേഷ്യോ എഴുതുന്നത്? 3 നമ്പേഴ്സ് തമ്മിൽ റേഷ്യോ എഴുതുന്നത്. ഇത് 1 2 ആണ്. അടുത്തത് ഇത് 5 ആണെങ്കിൽ ഇത് 7 ആണ്. അതിന് ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെ 5 കൊണ്ട് പിടിച്ചു. 5 10 ഇവിടെ 7. 5 7 10. പക്ഷെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചെയ്യാൻ പറ്റും. റേഷ്യോയുടെ ക്ലാസ് കാണാത്തതുകൊണ്ടാണ്, മനസ്സിലായില്ലെങ്കിൽ എൻ്റെ അർത്ഥം. പല ലെവലുള്ള ആൾക്കാർക്കും ക്ലാസ് കാണുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. വർക്കിംഗ് ടുഗദർ P and R ക്യാൻ ഫിനിഷ് എ പ്രോജക്റ്റ് ഇൻ 28/3 ഡേയ്സ്. അപ്പോൾ P-യും R-ഉം ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്ര? 10 5 15 യൂണിറ്റ് വർക്ക്. അങ്ങനെ 15 യൂണിറ്റ് ഒരു ദിവസം കൊണ്ട് 15 യൂണിറ്റ് ഒരു ദിവസം ചെയ്തുകൊണ്ട് അവന്മാർ എത്ര ചെയ്തു? 28/3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് നമ്മൾ കണ്ടുപിടിച്ചത് എന്തിനാണ്?
ആറിന് മാത്രമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ, റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? ഈ 6 ദിവസം വർക്ക് ചെയ്താൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 5 × 28 140 യൂണിറ്റ് ആണ് ടോട്ടൽ വർക്ക്. ഇനി എന്താ പറയുന്നത്? ഇഫ് പി വർക്ക്ഡ് ഫോർ 6 days, പി എന്ന് പറയുന്ന ആരാണ്? 5 യൂണിറ്റ് എഫിഷ്യൻസി ഉള്ള, ഒരു ദിവസം 5 യൂണിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ 6 ദിവസം അയാൾ ചെയ്താൽ എത്ര യൂണിറ്റ് വർക്കായി? 30 യൂണിറ്റ് അവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ റിമൈനിങ് വർക്ക് എത്രയാണ്? റിമൈനിങ് വർക്ക് 140 - 30, അതായത് 110 യൂണിറ്റ് ആണ്. ഇത് 6 മാത്രം. 6 എന്ന് പറയുന്ന ആള് ചെയ്യാൻ എത്ര സമയം എടുക്കും? അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ബൈ ടൈം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ എഫിഷ്യൻസി ആണ് ടോട്ടൽ. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തോരും? 110 ആണ്. നമുക്ക് ടൈമാണ് 6ന്റെ ടൈം 110 ആണ് ടോട്ടൽ വർക്ക്. 6ന്റെ എഫിഷ്യൻസി 10 ആണ്. 110/10 11 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ആ ഒരു റിമൈനിങ് വർക്ക്. ഓപ്ഷൻ എ നമുക്ക് കൊടുക്കും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇന്ന് നമ്മൾ ടൈം ആൻഡ് വർക്കിന്റെ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ആയിട്ടുള്ള വന്നിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു. ഓക്കെ, ഇത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അവിടുന്ന് പഠിക്കാം, ഫ്രം ബേസ് ഹൈ ലെവൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് പറയുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ടോപ്പിക്ക് നമുക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ടോപ്പിക്കുകളുടെ ഏതെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം? പറയാവുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എൻ്റെ എല്ലാം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും വീഡിയോസ് ഉള്ള ഒരു ചാനൽ നിങ്ങൾ കാണില്ല മലയാളത്തിൽ. അപ്പോൾ അതനുസരിച്ച് എല്ലാ ക്ലാസ്സുകളും കണ്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.